त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्योर्मुक्षयमामृतात्. കാവുകൾ ഉണർന്നാൽ കൊടികൾ ഉയരും. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കൊടികൾ വഴിപാടായി നൽകുന്ന കോഴിക്കോട് പന്തീരാങ്കാവിനടുത്തുള്ള പാലക്കുറമ്പ് ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വഴിപാടായി നൽകിയിട്ടുള്ള ആയിരക്കണക്കിന് കൊടികളുടെ നടുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ കൊടിനാട്ട് മുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഉത്സവ സീസണായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉത്സവകാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊടികൾ അടിക്കുന്ന ചേട്ടനും അവരുടെ വിശേഷങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്ക് കണ്ടറിയാം. മുപ്പത്തിമുക്കോടി ദേവഗണങ്ങൾ, ഓരോ ദൈവത്തിനും ഓരോ വഴിപാടുകൾ. ചേട്ടാ, ഇതിപ്പോൾ കൊടിനാട്ടുമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ചേട്ടനൊരു ഷോപ്പുള്ളതും. അപ്പോൾ ഈ നാടിൻ്റെ ആ പേര് വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് ഈ പാലാറമ്പ് ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ളതാണ് ഈ കൊടിനാട്ടുമുക്കിലെ കൊടി. ആ കൊടി തൂക്കിക്കഴിഞ്ഞാലേ പാലാറമ്പിൽ കൊടി തൂക്കുള്ളൂ. പിന്നെ പാലാറമ്പിലെ ഇതെന്താണെന്ന് വെച്ചാൽ കൊല്ലം തൂക്കിയ കൊടി അടുത്ത കൊല്ലം തൂക്കൂല, ഒരൊറ്റ കൊടിയും തൂക്കൂല. ആ മേക്കോട്ടയിൽ അതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്, അത് മേക്കോട്ട എന്നാണ് പറയുക. അവിടെയും ഈ കൊടിനാട്ടുമുക്കിൽ ഒരേ സമയത്ത് ആ കൊടി തൂക്കുക. അത് തൂക്കി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കൊടി തൂക്കുള്ളൂ. പണ്ടൊക്കെ മുളേൻ്റെ മുകളിൽ തന്നെയായിരുന്നു. ഇപ്പം കൊടി കൂടുതലായതിനെ കൊണ്ട് കയറിൻ്റെ മുകളിൽ വലിച്ചിട്ട് എല്ലാം കൂടിയാണ്. പ്രാവശ്യം 3000 ചില്ലാൻ കൊടിയുണ്ട്, 3500 കൊടീൻ്റെ അടുത്തുണ്ട് എന്നാണ് കേട്ടത്. ആദികളും വ്യാധികളും മാറാനും ഐശ്വര്യം വർദ്ധിക്കാനും മലബാറിലെ കാവുകളിൽ കൊടി വഴിപാടായി നേരുന്ന ഭക്തരാണേറെയും. കാവുകൾ നിറയെ കൊടികൾ നിറയുന്നത് ഭക്തി നിർഭരമായ കാഴ്ചയാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊടികൾ തൂക്കുന്ന കോഴിക്കോട് ജില്ല എന്നുള്ളതല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊടി തൂക്കുന്ന സ്ഥലമാണ് അമ്പലം. അതെന്താ വെച്ചാൽ ഒക്കെ പുതിയ തുണിയാണ്. ഒരു മാസം മാത്രമേ അവിടെ കൊടി തൂങ്ങുള്ളൂ. മുളം കണക്കിലാണ് കൊടികൾ നിർമ്മിക്കുന്നത്. ഒറ്റയിലാണ്, അതായത് ഒരു മുളം. 3, 5, 7 ഭക്തരുടെ ആഗ്രഹ നിർവൃത്തിക്കനുസരിച്ച് കൊടിയുടെ നീളം മുളം കണക്കിന് കൂടിക്കൂടി വരും. ആയിരക്കണക്കിന് കൊടികൾ തൂങ്ങിയാടുന്ന സുന്ദരമായ കാഴ്ചക്കിടയിൽ നിന്നിതാ ഞങ്ങൾ. ഏകദേശം പകുതിയാകുമ്പം തുടങ്ങും. പിന്നെ ഒരു 3-4 മാസം ഇതിൻ്റെ പണി തന്നെയാണ്. ഇപ്പം വിഷു വരെ ഉണ്ട് ഓർഡർ. വിഷു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒരു വക കേരളത്തിലൊരു വക അമ്പലത്തിലൊക്കെ എൻ്റെ കൊടി തൂങ്ങിയിട്ടുണ്ട്. ഒരു ഉത്സവ സീസണൊക്കെ വന്നാൽ എങ്ങനെയാണ് ചേട്ടൻ എത്ര കൊടികൾ വരെ അടിക്കും? ഇവിടെ ഈ അമ്പലത്തിലേക്ക് മാത്രം ഇപ്രാവശ്യം ഞാൻ 475 കൊടി അടിച്ചിരിക്കുന്നു. വഴിപാടിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊടി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്കും? ഒരു വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം 15 കൊടി കൊടുത്ത വീടുണ്ട്. അതായത് അവർക്ക് ഏതൊക്കെ സ്ഥാപനമുണ്ട്, സ്ഥാപനത്തിൻ്റെ പേരിൽ, കുട്ടികളെ പേരിൽ, വലിയ ആളുകളെ പേരിൽ, അങ്ങനെ ആണ് 10-15 കൊടി കൊടുത്ത ഇതുണ്ട്. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു കൊടിയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം അതല്ല. അപ്പം കുട്ടികൾ എത്രയുണ്ട് ആ കുട്ടികൾക്കൊക്കെ കൊടിയാണ്. അതേമാതിരി വീട്ടിൽ എത്ര ആളുണ്ട് ആ അംഗങ്ങൾക്കൊക്കെ കൊടിയാണ്. അത് വഴിപാടായിട്ട് രാവിലെ പുലച്ചയ്ക്ക് ഒരു 3 മണിക്ക് കൊടി ഇവിടുന്ന് മേടിച്ചുകൊണ്ടു ഒരു 4-4:30 വരെ കൊടി അമ്പലത്തിൽ കയറ്റും.